തിരുവനന്തപുരം വിഴിഞ്ഞം ഡിവിഷനിൽ യു.ഡി.എഫ് സ്ഥാനാർത്ഥിക്ക് വെല്ലുവിളിയുമായി സ്വതന്ത്രൻ. യു.ഡി.എഫ് സ്ഥാനാർത്ഥി കെ.എച്ച്. സുധീർ ഖാനെതിരെ മുൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഹിസാൻ ഹുസൈൻ പത്രിക സമർപ്പിച്ചു. ഹാർബർ, വിഴിഞ്ഞം, പോർട്ട് വാർഡുകളിൽ വാർഡ് കമ്മിറ്റികളുടെ തീരുമാനം അട്ടിമറിച്ച് എം. വിൻസെന്റ് എം.എൽ.എയുടെ ഇഷ്ടക്കാരെ തിരുകിക്കയറ്റാൻ ശ്രമിച്ചെന്ന് ആരോപിച്ചായിരുന്നു 6 മാസം മുൻപ് ഹിസാൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സ്ഥാനം രാജിവെച്ചത്. സ്വന്തം സ്ഥാനത്ത് തന്നെയാണ് മത്സരിക്കുന്നത്. പക്ഷേ എന്നാലും ശരിക്കുമുള്ള മുഴുവൻ കോൺഗ്രസ്സുകാരും നമ്മളെ കൂടെ ഇപ്പോൾ ഉണ്ട്. കാരണം എനിക്ക് സീറ്റ് കിട്ടാത്തതിൻ്റെ പേരിലല്ല രാജി ഇവിടെ ഉണ്ടാകുന്നത്. 46 പേരടങ്ങുന്ന ബൂത്ത് പ്രസിഡന്റ് മുതൽ 2 മണ്ഡലം പ്രസിഡന്റുമാർ, 2 വാർഡ് പ്രസിഡന്റുമാർ, ബ്ലോക്ക് ജനറൽ സെക്രട്ടറിമാർ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ്, പാർട്ടിയുടെ ബ്ലോക്ക് പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസിൻ്റെ 2 സംസ്ഥാന ഭാരവാഹികൾ, ഞാനും സജനാബി സാഹിബ് എന്ന് പറയുന്ന വേറൊരു സംസ്ഥാന ഭാരവാഹിയും കൂടെ പെടുന്ന ഒരു വാർഡാണ്. മുൻ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ഉപാധ്യക്ഷനായിരുന്ന NS നുസൂർ അടക്കം ഇരുന്ന് 46 പേര് ഇരുന്ന് കൂടിയ കമ്മിറ്റിക്കകത്ത് 10 പേരുടെ തീരുമാനമായി. 10 പേരുടെ പേരുകൾ മോൾ കമ്മിറ്റി കൊടുത്തു. ഈ 10 പേരുടെ പേര് വരുമ്പോഴേക്കും ഈ വാർഡ് കമ്മിറ്റിയിൽ ചർച്ചയ്ക്ക് പോലും വയ്ക്കാത്തൊരു പേരായിരുന്നു കെ.എച്ച്. സുധീർ ഖാൻ്റെ പേര്. MLA എന്നുള്ള ഒറ്റ വ്യക്തി, അദ്ദേഹമാണ് പാർട്ടിയിൽ നിന്ന് തീരുമാനിക്കുന്നിടത്താണ് നമ്മുടെ പ്രതിഷേധം. അവിടെ വിഷയമായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ടി കമ്മിറ്റി കൂടി അത്രയും പേരെ മണ്ടന്മാരാക്കിക്കൊണ്ടാണ് ഒരു തീരുമാനം വരുന്നത്. അരുൺ സോളമൻ നമുക്കൊപ്പം ചേരുകയാണ്. അരുൺ സോളമൻ, വിഴിഞ്ഞം ഡിവിഷനിലാണ് ഇപ്പോൾ സ്വതന്ത്രന്റെ വെല്ലുവിളി യു.ഡി.എഫിന് നേരിടേണ്ടി വരുന്നത്. ഇപ്പോൾ പത്രികാ സമർപ്പണവും കഴിഞ്ഞിരിക്കുകയാണ്. പരിഹരിക്കാൻ സാധിക്കുമോ, അതോ ആ വാർഡിൽ വിജയിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുമോ ഒടുവിൽ? സുജയ, വളരെ കാലമായിട്ടുള്ള ഒരു പ്രശ്നമാണ് ഈ കോവളം നിയോജക മണ്ഡലം എം. വിൻസെന്റ് എം.എൽ.എ പല ആൾക്കാരെയും വെട്ടിയൊതുക്കുന്നുള്ള ഒരു പരാതി പരക്കെ ഉണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ തന്നെ വാർഡ് കമ്മിറ്റി, വിഴിഞ്ഞം വാർഡ് കമ്മിറ്റി 10 പേരുടെ ലിസ്റ്റ് നൽകി. ആ ലിസ്റ്റിൽ ഇല്ലാത്ത ഒരാൾ, അയാളെയാണ് ഇപ്പോൾ വിഴിഞ്ഞം വാർഡിലേക്ക് പരിഗണിച്ചെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ഹിസാൻ ഹുസൈൻ അവിടെ സ്ഥാനം രാജിവെക്കുകയും തുടർന്ന് ഇപ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി എത്തുകയും ചെയ്തത്. ഇപ്പോൾ ഹിസാൻ ഹുസൈൻ ഇന്നിപ്പോൾ നാമനിർദ്ദേശ പത്രികയും നൽകിയിരിക്കുകയാണ്. എന്തായാലും അവിടെ സ്വതന്ത്രൻ്റെ ഒരു വേഷം അണിഞ്ഞുകൊണ്ട് ഹിസാൻ ഹുസൈൻ എത്തുമ്പോൾ വിജയം തനിക്കാണെന്ന് ഉറപ്പിക്കുകയാണ് അദ്ദേഹം. കാരണം ഈ സുധീർ ഖാൻ എന്ന് പറയുന്ന വ്യക്തി കഴിഞ്ഞ 2 തവണ ഇതേ വാർഡിൽ തന്നെ ഇവിടെ കോൺഗ്രസിന് വിമതനായിട്ട് മത്സരിച്ച ആൾ. അങ്ങനെ ഒരാളെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടി, ഏത് മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ സ്ഥാനാർത്ഥിയായി പരിഗണിച്ചെന്നുള്ളൊരു ചോദ്യമാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടുള്ള ഹിസാൻ ഹുസൈൻ ഉയർത്തിയിരിക്കുന്നത്. പല ഘട്ടങ്ങളിലായിട്ട് വിമർശിക്കുന്നവരെയൊക്കെയും വെട്ടിയൊതുക്കുന്ന ഒരു സമീപനം എം. വിൻസെന്റ് എം.എൽ.എയുടെ ഭാഗത്തു നിന്നുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ DCCക്കും അതുപോലെ തന്നെ KPCC അടക്കമുള്ളവർക്ക് പരാതി നൽകി, K. മുരളീധരന് പരാതി നൽകി. പക്ഷേ ഇതിനൊന്നും തന്നെ പരിഹാരം കാണാൻ കഴിയാതായപ്പോഴാണ് 16 വർഷത്തെ കോൺഗ്രസിൻ്റെ ബന്ധം, അതായത് യൂത്ത് കോൺഗ്രസിൽ നിന്നും സ്ഥാനം രാജിവെച്ചത്. മുന്നേ അദ്ദേഹം യൂത്ത് കോൺഗ്രസിന് തന്നെ മീഡിയ കോർഡിനേറ്റർ ആയിരുന്നു. അതിൽ നിന്നും രാജിവെച്ചു. പൂർണ്ണമായിട്ടും കോൺഗ്രസിൻ്റെ അംഗത്വം രാജിവെച്ചുകൊണ്ടാണ് ഇപ്പോൾ സ്വതന്ത്രൻ്റെ വേഷത്തിലെത്തിയിരിക്കുന്നത്. എന്തായാലും വാർഡിൽ മാത്രമല്ല, ഈ വിഴിഞ്ഞം അതുപോലെ തന്നെ കരിങ്കുളം അടക്കമുള്ള, കല്ലൂർ അടക്കമുള്ള പല ഭാഗങ്ങളിലും ഈ എം. വിൻസെന്റ് എം.എൽ.എക്കെതിരെയുള്ള പ്രതിഷേധമായെന്ന് പല വിമതരും മത്സരിക്കുകയാണ്. സുജയ, ശരി, വിവരങ്ങൾ നൽകിയത് അരുൺ സോളമനാണ് വിഴിഞ്ഞത്തു നിന്ന്.